യോഗാധ്യക്ഷൻ, ചെമ്പേരി നെമ്മാറ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ, ചെമ്പേരി പഠനാധികാരി ഡോക്ടർ ജോസ് അങ്ങനെപ്പാട്ട്, ഉദ്ഘാടന കർമ്മം നിർവഹിച്ച പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി ഡോക്ടർ പി വി ജോസ് മുവേലി, സ്വാഗതം ആശംസിച്ച ജനറൽ കൺവീനർ ശ്രീ ടി പി ജോസ്, പ്രിയപ്പെട്ട സഹപ്രവർത്തകരായി പ്രവർത്തിച്ചിരുന്ന റിട്ടയർ ചെയ്ത അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട ഗുരുബോധന് ജോർജ് സാറ്, സിസ്റ്റർ ഡിസിപ്പോൾ, 1975 ബാച്ചിലെ പ്രിയപ്പെട്ട സഹപാഠികളെ, അവരോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്ന കുടുംബാംഗങ്ങൾ, വലിയൊരു പ്രസംഗത്തിൻ്റെ അല്ലെങ്കിൽ ആശംസയുടെ ഒന്നും കാര്യമില്ല എന്ന് എനിക്കറിയാം. നിങ്ങളെ സംബന്ധിച്ച് 1975 ബാച്ചിന് ചില പ്രത്യേകതകൾ ഉള്ള ബാച്ചാണ്. 236 കുട്ടികൾ പരീക്ഷ എഴുതുകയും അതിൽ സ്റ്റേറ്റ് ആവറേജ് താഴെ വിജയ ശതമാനം കൈവരിക്കുകയും ഇപ്പം നിലവിൽ 21 സഹപാഠികൾ നിങ്ങളോടൊപ്പം ഇല്ലാതിരിക്കുകയും അവർ നമ്മെ വിട്ട് പോയി കഴിഞ്ഞു. അതേപോലെ തന്നെ ഏജ് ഗ്രൂപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും 62 മുതൽ 72, 73 വയസ്സ് വരെ പ്രായവ്യത്യാസം ഉണ്ടായിരുന്ന ഒരു ബാച്ചാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയുകയാണെങ്കിൽ ഒരു ക്ലാസ്സിലെ ഏകദേശം സമപ്രായക്കാരാണ്. 15 അല്ലെങ്കിൽ 16 വയസ്സിലെ ചില മാസങ്ങളുടെയോ അല്ലെങ്കിൽ ദിവസങ്ങളുടെയോ മാത്രം വ്യത്യാസമുള്ള ബാച്ചുകളാണ്. ഇതിൻ്റെ ടീം തന്നെ തിരികെ എന്നതിൻ്റെ അടിയിൽ നിങ്ങളെ സംബന്ധിച്ച് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു 47 വർഷത്തിന് ശേഷം കണ്ടുമുട്ടുന്നവരും ഇടയ്ക്കിടയ്ക്ക് കണ്ടുമുട്ടുന്നവരൊക്കെയാണ്. ആ ഒരു കാലഘട്ടത്തിലെ ആ ഒരു പ്രായത്തിലേക്ക്, 10ാം ക്ലാസിൻ്റെ പ്രായത്തിലേക്ക് ഒരുപക്ഷെ കുട്ടിപ്പാവാടയും ട്രൗസറും ഒക്കെ ഇട്ട് സ്കൂളിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ ഒരു കാലഘട്ടത്തിലേക്ക് നിങ്ങളെല്ലാവരും ഇന്നിവിടെ ഇരിക്കുന്ന ഈ ഒരു നിമിഷത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ദിവസം ആ ഒരു കാലഘട്ടത്തിലേക്ക് പോയി എന്നുള്ളതാണ്. പല രോഗാവസ്ഥയിലുള്ളവരുണ്ടെങ്കിലും ഇന്ന് ഇവിടെ ഇരിക്കുന്ന സമയത്ത് അതൊന്നും അറിയാതെയാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. നമ്മളെല്ലാം അന്നത്തെ ആ 10ാം ക്ലാസിൻ്റെ ഒരു ചെറുക്കിലേക്ക് പോയിട്ടുണ്ട്. അതാണ് ഒരു പ്രത്യേകത. ഇപ്പൊ ഇന്ന് എത്ര നേരം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാലും, വൈകുന്നേരം വരെ എത്ര സമയം ഇവിടെ ചെലവഴിച്ചു കഴിഞ്ഞാലും ഒരു ദേഹാസ്വാസ്ഥ്യം ആർക്കും ഉണ്ടാവില്ല. നമ്മുടെ മനസ്സ് 47 വർഷക്കാലം പുറകോട്ട് പോയി അന്നത്തെ ചെറുപ്പക്കാരികളായ കുട്ടികളായി തീർന്നിരിക്കുകയാണ്. ഇന്ന് ഡോക്ടർക്ക് ഇവിടെ ഒരു കാര്യം സൂചിപ്പിക്കുകയുണ്ടായി, അന്ന് അടി കിട്ടിയ കാര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ കുട്ടികളെ കണ്ണുരുട്ടി നോക്കാൻ പോലും പാടില്ലാത്തൊരവസ്ഥയാണ്. വടി സ്കൂളിൽ അനുവദനീയമാണ്. വടിയെടുക്കാൻ അന്നേ വീട് വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്തു. അപ്പം അങ്ങനെ അവസ്ഥയിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഗുണങ്ങൾ നമ്മുടെ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ തലമുറയ്ക്ക് കിട്ടിയിട്ടുണ്ട്. കൂടാതെ ഇന്നിവിടെ ഇരിക്കുന്ന ഒത്തിരി ഏറെ സഹപാഠികളുടെ മക്കളെ എനിക്ക് പഠിപ്പിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ഇവിടെ തന്നെ ഈ ഗ്രൂപ്പിൽ തന്നെ ഇരിക്കുന്നവർ ഒത്തിരിയേറെ പേര് സ്കൂളുമായിട്ട് ഒത്തിരി സഹകരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. PTA പ്രസിഡന്റായി, PTAയുടെ എക്സിക്യൂട്ടീവിൽ ഒക്കെ പ്രവർത്തിച്ച് സ്കൂളിൽ നിന്ന് വർക്ക് ചെയ്ത് റിട്ടയർ ചെയ്ത് ജാഗ്രതാ സമിതിയിലൊക്കെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്നവരാണ് ഇന്നിവിടെ സഹപാഠികളായ 1975 കാലത്ത്. ഇതിൽ തന്നെ ഒരു 100-പരം സഹപാഠികളിൽ എത്തിച്ചേരുകയും അതോടൊപ്പം അവരുടെ കുടുംബവും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അധികം സംസാരിക്കുന്നത് ഇന്നത്തെ ഇതിന് എല്ലാം നേതൃത്വം വഹിച്ചുകൊണ്ട് 5-6 പേര് സംഘാടക സമിതിയായിട്ട് എൻ്റെ അടുത്തും ജോർജ് സാറിൻ്റെ അടുത്തും പല തവണ വരികയുണ്ട്. ഈ ഒരു മീറ്റിംഗ് ഇവിടെ അരങ്ങേറാൻ വേണ്ടി ഒരു മിനിമം 5 തവണയെങ്കിലും സ്കൂളിൽ ഞങ്ങളെ കാണാൻ വേണ്ടി ഇതിൻ്റെ പ്രവർത്തനങ്ങളെ എങ്ങനെയൊക്കെ കൊണ്ടുപോകണം, എങ്ങനെയായിരിക്കണം എന്നൊക്കെ അന്വേഷിക്കാനും ബാക്കി റെക്കോർഡൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ വരികയുണ്ട്.
അപ്പോൾ അവരുടെയൊക്കെ ഒരു എന്താ പ്രവർത്തനത്തിൻ്റെ ഒരു ഫലമാണ് ഇന്ന് ഇവിടെ നിന്ന് എല്ലാവരും കൂടി ചേർന്നിരിക്കുന്നത്. പണ്ട് കാലത്തൊക്കെയാണ്, ഇപ്പോഴത്തെ കാലത്താണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്. ഒരു മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും മൊബൈൽ നമ്പർ കളക്ട് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ കൂടെ ബന്ധപ്പെട്ട് എത്രയോ ദിവസങ്ങൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ വളരെ സ്നേഹത്തോടെ അഭിനന്ദിക്കുന്നു. നിങ്ങളോട് എനിക്ക് പറയാനുള്ള രണ്ട് കാര്യങ്ങൾ, നമ്മുടെ കൂടെ തന്നെ ഉള്ളവരെ, രോഗാവസ്ഥയിലുള്ളവരും അവശത അനുഭവിക്കുന്നവരും ഒക്കെ ഉണ്ടാവും. ഈ ഒരു പ്രായത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവരെ ഇന്ന് പോയി കാണുകയും അവരെ സാന്ത്വനപ്പെടുത്തുകയും അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുകയും ഒക്കെയാണ്. അതേപോലെ പാവപ്പെട്ടവർ കൂടി ഉണ്ടാവും. നമ്മുടെ ഒരു കൈത്താങ്ങ് ഒരു പക്ഷേ അവരുടെ കുടുംബത്തെ നമുക്ക് നമ്മുടേതായ ലെവലിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ അതിനുള്ളൊരു പ്രവർത്തനം കൂടെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചുകൊണ്ട് നിർത്താം. ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ 25 വർഷം 1998 ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങിയത്. 25ാമത്തെ വർഷത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ജൂബിലി വർഷമാണ്. നിങ്ങളുടെ എല്ലാവരുടെ സഹായ സഹകരണങ്ങളും ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഇന്നത്തെ ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസയും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. 1974-75 SSLC ബാച്ച് നിർമ്മല ഹൈസ്കൂൾ ചെമ്പേരിയുടെ മുറ്റത്ത് ഓടിക്കളിച്ച് വളർന്ന, തങ്ങളുടെ ബാല്യവും കൗമാരവും ഒക്കെ നിലവഴിച്ച് ഒരു അരനൂറ്റാണ്ടിന് മുൻപ്, 47 വർഷങ്ങൾക്ക് മുൻപ് സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞതുപോലെ ഈ കുന്നും മലയും ഒക്കെ താണ്ടി 236 പേര്, അങ്ങനെ 21ഓളം പേര് നമ്മളിൽ നിന്ന് പിരിഞ്ഞുപോയി. ഇപ്പോൾ ഒരു 100-ലധികം പേര് ഈ സംഗമത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായം ഉള്ളതുകൊണ്ടാണ് ഒരുപക്ഷെ നമുക്കൊക്കെ ഇപ്പോൾ കാണാൻ സാധിച്ചത്. കാലം ഒത്തിരി മാറി. നമ്മൾ ജനിച്ചു വളർന്ന ആ ഒരു കാലഘട്ടവും ആ ഒരു മണ്ണിൻ്റെ മണവും പോലും ഇപ്പോൾ ഒത്തിരി മാറിയിരിക്കുകയാണ്. നമ്മുടെ മനോഭാവത്തിൽ മാറ്റം വന്നു. ഇവിടെ അധ്യക്ഷ പ്രസംഗം നടത്തിയ ഡോക്ടർ ജോർജ് കാഞ്ഞങ്ങാടച്ചൻ പറഞ്ഞതുപോലെയും, അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു വർഷം മുൻപുണ്ടായിരുന്ന നിങ്ങളുടെ ബാച്ച് ഈ ചടങ്ങ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ PV ജോർജ് പൂവേലി, ചെമ്പേരിയുടെ മണ്ണിൽ ജനിച്ചു വളർന്ന നമ്മുടെ പ്രിയപ്പെട്ട സാറ്, ഡോക്ടർ സാർ, തൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചും ഇപ്പോഴത്തെ ബാല്യത്തെക്കുറിച്ചൊക്കെ പറയുകയുണ്ടായി. പ്രിയപ്പെട്ട ഗുരുപൂജരെ, 74-75 ബാച്ചിലെ വിദ്യാർത്ഥികളെ, സ്നേഹമുള്ള ഇപ്പോഴത്തെ പ്രധാന അധ്യാപകർ, സജീവ് സാർ, സിസ്റ്റർ, നിങ്ങളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഒരു തിരികെ പോക്കല്ല, ശരിക്കും പറഞ്ഞാൽ തിരികെയാണ്. തിരികെ ഒരുപക്ഷെ ആ തിരുമുറ്റത്തേക്ക് ഒരു വട്ടം കൂടി ഓർമ്മകൾ നെയ്യുന്ന, തിരുമുറ്റത്തെത്തുവാൻ ഓർമ്മ കുറിപ്പ് മനോഹരമായ വരികളിലൂടെ പറഞ്ഞു വെച്ചതുപോലെ ഒരു 47 വർഷത്തെ ഓർമ്മകളിലേക്ക് നിങ്ങൾ തിരികെ വരികയാണ്. ആ മണ്ണിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു ഗന്ധത്തിലേക്കാണ് നിങ്ങൾ തിരികെ വരുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഇത്ര കാലം കയറിയ, അല്ലെ മനസ്സിന്റെ ഏതോ കോണിൽ കാത്തു സൂക്ഷിച്ചു വെച്ചിരുന്ന മനോഹരമായിട്ടുള്ള ചില ഓർമ്മകൾ ഇപ്പോഴത്തെ ഫോണും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് മാത്രം ഈ ഒരു കൂട്ടായ്മയിലേക്ക് നമുക്ക് തിരികെ വരാൻ സാധിക്കുന്നത്. അന്ന് മനസ്സിൽ സൂക്ഷിച്ചു വെച്ച ഒത്തിരി ഇഷ്ടങ്ങളുണ്ട്. ആ പറയാൻ മറന്നുപോയ, അല്ലെ പറയാൻ പേടിച്ചു പോയ സാഹചര്യങ്ങൾ കൊണ്ട് പേടിച്ചു പോയ ഒരു ഇഷ്ടങ്ങൾ, അതൊക്കെ ഒരുപക്ഷെ നമ്മളൊക്കെ മറന്നുപോയിട്ടുണ്ടാവും. ഇന്നത്തെ തലമുറയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ബാല്യങ്ങൾക്ക്, നമ്മുടെ കുട്ടികൾക്ക് നഷ്ടപ്പെടുന്നതും ഈ ഒരു കൂട്ടായ്മയാണ്. കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ കണ്ടതുപോലെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ആരെയാണ് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്നത് എന്ന് പറയുമ്പോൾ നമ്മളുടെ കൂട്ടുകാർ തന്നെയാണ്. ഒരുപക്ഷെ ഒരു ഭാര്യയെ കഴിഞ്ഞും ഒരു ഭർത്താവിനെ കഴിഞ്ഞും
നമുക്ക് ഉറച്ചു വിശ്വസിക്കാൻ പറ്റുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെയാണ്. ആ ഒരു സൗഹൃദം, ആ ഒരു കളി കൂട്ടുകാർ അല്ലെങ്കിൽ ക്ലാസ്മേറ്റ്സ് എന്ന് പറയുന്നത് പോലെ അന്ന് ഒരുമിച്ചുണ്ടായിരുന്നവർ സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞതുപോലെ ബൈബിളിൽ പറഞ്ഞതുപോലെ ചിതറി നാനാ ഭാഗത്തേക്ക് പോയി. പക്ഷെ എങ്ങനെയോ ഇന്ന് ഒരു 100 പേരെങ്കിലും ഇവിടെ ഒരുമിച്ച് കൂടി. കുറെ പേര് കൂടിയൊക്കെ വരേണ്ടതായിരുന്നു എന്ന് നമ്മുടെയൊക്കെ നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാവും. ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ ഈ വാർദ്ധക്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന നമുക്കൊക്കെ, ഞാൻ നിങ്ങളൊക്കെ ഒരു 10 വയസ്സിന് മുൻപ് 25-86 വാച്ചായിരുന്നു. അപ്പോൾ ഒരു 11-74-75 ആകുമ്പോൾ ഒരു 11 വർഷത്തിന് ശേഷമാണ് ഞാൻ SSLC പരീക്ഷ എഴുതിയത്. അപ്പോൾ ഈ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് വാർദ്ധക്യത്തിൽ തനിച്ചാകുമ്പോൾ ആരൊക്കെയോ ഉണ്ട് മിണ്ടാനും പറയാനോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ ഇതുപോലെ കേട്ടതുപോലെ ഒരു സ്ത്രീ പറയുകയുണ്ടായി, മക്കളൊക്കെ വിദേശത്താണ്, പ്രായമായവരൊക്കെ ഒറ്റപ്പെടുകയാണ്. നമുക്കറിയാം നമ്മുടെ ഗ്രാമാന്തരീക്ഷങ്ങളിൽ ഇനിയിപ്പോൾ സ്കൂളുകളിലൊക്കെ പഴയ പോലെ ഈ 231 പേര് അല്ലെങ്കിൽ 261 പേരോ 31 പേരോ അല്ലെങ്കിൽ 200 താഴെയുള്ള കുട്ടികളൊന്നും ഒരു ബാച്ചിലുണ്ടാവുമെന്ന് ഇപ്പൊ തന്നെ നമുക്കറിയാം വളരെ കുറവാണ്. 200 താഴെ ഇപ്പോൾ ചെമ്മേരി ഹൈസ്കൂളിൽ 10ാം ക്ലാസ്സിലുള്ളൂ. ഓരോ വർഷവും വരുന്ന കുട്ടികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വിദേശങ്ങളിലേക്ക് പോവുകയാണ്. തിരികെ അവർ വരുന്നൊരു കാലം ഉണ്ടാവാം. അപ്പോൾ എനിക്ക് ഈ ഒരു അവസരത്തിൽ ഈ കൂട്ടായ്മയിൽ പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ഒരു ഏജിൽ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ ചെറിയ തലമുറയ്ക്ക് പകർന്നു നൽകുന്ന പാഠങ്ങൾ നിങ്ങളുടെ ഈ കൂട്ടായ്മയിലെ നല്ല സൗഹൃദങ്ങളാകട്ടെ. 60, 65, 70 വയസ്സുള്ളവർ ചെറിയ മക്കൾക്കും ചെറുമക്കൾക്കും പകർന്നു നൽകുന്ന ഈ ഒരു ബന്ധം തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സംഗമത്തെ കുറിച്ച് നാട്ടിലുള്ളവരും വിദേശമുള്ളവരൊക്കെ ആലോചിക്കുമ്പോൾ അവർ തന്നെ കണ്ടിട്ടുണ്ടാവും. എന്താ ഈ വയസ്സുകൾക്ക് വേറെ ഒരു ജോലിയില്ലേ എന്ന് ചിന്തിച്ച കുട്ടികളും ഉണ്ടാവും. എന്നാൽ ഈ ഒരു പ്രായത്തിലുള്ള ഇവരുടെ ആ തീക്ഷ്ണത കണ്ടപ്പോൾ ഇവരുടെ ബന്ധം ഇത്രമാത്രം ഉറപ്പുള്ളതായിരുന്നോ എന്നുള്ളത് ചിന്തിച്ച മക്കളും ചെറുമക്കളും ഉണ്ടാവും. ഞാനിത് പറയാൻ കാരണം വളരെ അടുത്ത കാലത്തൊക്കെ 10ാം ക്ലാസ് പാസ്സായി പോയവരുടെയൊക്കെ സംഗമങ്ങൾ നടക്കാറുണ്ട്. 5 വർഷം കഴിഞ്ഞവരും 3 വർഷം കഴിഞ്ഞവരും 4 വർഷം കഴിഞ്ഞവരും 10 വർഷം കഴിഞ്ഞവരൊക്കെ സംഗമം എന്നുള്ള രീതിയിൽ അവരുടെ കൂട്ടായ്മകളുണ്ട്, കൂടാറുണ്ട് സ്കൂളിലും മറ്റ് പല വേദികളിലൊക്കെ. പക്ഷെ അവരുടെ ആ ബന്ധവും ഇപ്പോഴത്തെ ബന്ധവും നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഇന്ന് തോന്നുന്ന ആ ഒരു സന്തോഷം അല്ലെ കുറച്ച് നാളുകളായിട്ട് തോന്നിക്കൊണ്ടിരുന്ന ഈ ഒരു ദിനത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരുപക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഇത് പഴയ പോലെ തന്നെ ഇങ്ങനെ പിരിഞ്ഞു പോയെന്ന് പറഞ്ഞതുപോലെ 47 വർഷങ്ങൾക്ക് മുൻപ് ഇത്രയും പേരെ ഒരുമിച്ച് കാണുമെന്ന് ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. നിങ്ങളുടെ ഈ സുഹൃത്തുക്കൾ എവിടെയാണ് ഉള്ളത് എന്ന്, അവരൊക്കെ ലോകത്തിന്റെ ഏത് മേഖലയിലാണ് ഉള്ളത് എന്ന് പലർക്കും അറിയില്ലായിരുന്നു. അവരുടെയൊക്കെ നമ്പറുകൾ സംഘടിപ്പിച്ച് അഡ്രസ് സംഘടിപ്പിച്ച് വിളിച്ച് ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു 100 പേരിലധികം പേരെ ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചു. വാട്സാപ്പ് കൂട്ടായ്മയിൽ ഒന്നും എല്ലാവരും ഇപ്പോൾ തിരക്കുകൾക്കിടയിൽ അത് ശ്രദ്ധിക്കണമെന്നോ നോക്കണമെന്നോ സാധിക്കുന്ന കാര്യങ്ങളല്ല. എന്നിരുന്നാൽ ഈ ഒരു ദിവസം അത് നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആ ഒരു വിദ്യാഭ്യാസ കാലഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ചെറുപ്പത്തിൻ്റെ മധുരകരമായ ഒത്തിരി ഓർമ്മകളുടെ ഇണക്കത്തിൻ്റെയും പിണക്കത്തിൻ്റെയും ഒക്കെ ഓർമ്മകൾ ഇപ്പോൾ മനസ്സിലിങ്ങനെ അനതെല്ലുമ്പോൾ ഒരു വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ട ഗുരുഭൂതരെ, ഗുരുതുരായ പൂർവ്വ വിദ്യാർത്ഥികളെ, നിങ്ങൾ ഈ നാടിനും നമ്മളുടെ മക്കൾക്കും ചെറുമക്കൾക്കും പറഞ്ഞു കൊടുക്കുന്ന നല്ല പാഠങ്ങൾ നമ്മുടെ പ്രദേശത്തെ നന്മയിലേക്ക്, നമ്മുടെ സ്കൂളുകളെ നന്മയിലേക്ക് നയിക്കുവാൻ പ്രാപ്തമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും നിങ്ങളുടെ ഈ സൗഹൃദം, ഈ കൂട്ടായ്മ ഇനിയുള്ള കാലം നിങ്ങൾക്ക് കരുത്തും ഊർജവും മുൻപോട്ട് ജീവിക്കുവാനുള്ള ഊർജവും നൽകട്ടെ എന്നും ആരൊക്കെ കഴിഞ്ഞിട്ട് പോയാലും കൂട്ടുകാർ ഒരു കൂടെയുണ്ട് എന്നുള്ള ആ ഓർമ്മ, ആ ഒരു കരുത്ത് നിങ്ങൾക്ക് ബലം നൽകട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ടും ഇങ്ങനെ ഒരു കൂട്ടായ്മയിലേക്ക് സ്കൂളിൻ്റെ ഹൈസ്കൂളിൻ്റെ പ്രധാനാധ്യാപകരുടെ നിലയിലും ഹയർ സെക്കൻഡറിയിലെയും UP സ്കൂളിലെയും പ്രധാനാധ്യാപകരെ ക്ഷണിച്ചതിലും നിങ്ങൾ ഓരോരുത്തർക്കും ഇതിൻ്റെ സംഘാടനത്തിൻ്റെ നേതൃത്വം നൽകി ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ടും എൻ്റെ
അല്ലെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികളുടെ ഗുരുഭൂതരെ ഒരു നിമിഷം നമിച്ചുകൊണ്ടും അവരുടെ സാന്നിധ്യം എനിക്കും അനുഗ്രഹമായി തീർന്നതിനും നന്ദി പറഞ്ഞുകൊണ്ടും നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമ്മൾ ആദരിക്കണം. ഈ പരിപാടിയുടെ ഭാഗമായി ഈ പരിപാടിയുടെ ആദ്യ ഭാഗം എന്ന നിലയിൽ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർക്ക് പൊന്നാട കത്തിക്കൊണ്ട് നമ്മളെ ആദരിക്കുന്നു. ഇനി ഈ പരിപാടിയുടെ ഒന്നാം ഭാഗമാണ്. രണ്ടാം ഭാഗത്തിന് വേണ്ടി നമുക്ക് ആദരിക്കാം. ആദ്യം നമ്മുടെ ആദരണീയനായ പ്രിയപ്പെട്ട ജ്യോതി സാറിനെ ടി.ഒ. നാരായണൻ പൊന്നാട നൽകി ആദരിക്കുന്നു. എല്ലാവരും എഴുന്നേറ്റ് കൈയിടിക്കുക. അടുത്തതായി തോമസ് ടി സാറിനെ A.M. തോമസ് പൊന്നാടിയിട്ട് ആദരിക്കുന്നു. വേദിയിലും സദസ്യരുമായി ഈ പ്രോഗ്രാം മാറ്റം. അടുത്തത് രവീന്ദ്രനാഥ് പണിക്കർ സാറിനെ M. കൃഷ്ണൻ ആദരിക്കുന്നു. അധ്യാപകർക്ക് കേട്ടി കണ്ടവരെ പറയാം. അടുത്തത് ജോസഫ് കെ. സാറിനെ സെബാസ്റ്റ്യൻ P.A. ആദരിക്കുന്നു. ഇനി ടോമി C. സാറിനെ നമുക്ക് വേണ്ടി സ്കറിയ C.J. പൊന്നാടിയിട്ട് ആദരിക്കുന്നു. ജോസ് ടീച്ചറിനെ ബേബി വാഴക്കാർ നമുക്ക് വേണ്ടി പൊന്നാടി അണിയിച്ച് ആദരിക്കുന്നു. അടുത്തത് ത്രേസ്യമ്മ ടീച്ചറിനെ ത്രേസ്യമ്മ B.D. നമുക്ക് വേണ്ടി ആദരിക്കും. അടുത്തത് മത്തായി സാറിനെ പ്രീസ ജോൺ ആദരിക്കുന്നു. തുടർന്ന് A.D. വൈദ്യ സാറിനെ ആദരിക്കുന്നതിന് വേണ്ടി തോമസ് P.A. ക്ഷണിക്കുന്നു. തുടർന്ന് മേരി P. ടീച്ചറിനെ മേരി കണ്ടത്തിൽ ആദരിക്കുന്നു. അടുത്തത് തെയ്യമ്മ ടീച്ചറിനെ അലി ആദരിക്കുന്നു. എല്ലാവരും കൈയടിച്ച് ശ്രീമതി ആർട്ടിസ്റ്റ് ടീച്ചറിനെ വത്സമ സെബാസ്റ്റ്യൻ ആദരിക്കുന്നു. പുലരൻ സാറിനെ ജോണി M.J. ആദരിക്കുന്നു. ബേബി M.T. ടീച്ചറിനെ സെലീന M.J. ആദരിക്കുന്നു. ഏൽപ്പിക്കപ്പെട്ട ആരെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ സമയം കുറവുകൊണ്ടാണ് ഈ പ്രോഗ്രാം കുറച്ച് വേഗതയിലാക്കിയത്. റിജിത ടീച്ചറിനെ ട്രീസ ജോൺ ആദരിക്കുന്നു. ഈ ചെമ്മീനിലും നമുക്ക് മുൻപും പിമ്പും പഠിച്ചുപോയ ചില വാച്ചുകളൊക്കെ, എന്നാൽ അവയിൽ നിന്നെല്ലാം ഈ സംഗമത്തെ തിരികെ സംഗമത്തെ വ്യത്യസ്തമാക്കുന്നത് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്ന ചടങ്ങാണ്. ഇനി വരുന്നവർ ഇത് തുടരട്ടെ. നമുക്കെതിരെ ഗുരുവന്ദനം എന്ന് വിളിക്കും. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അധ്യാപകരെയും നമുക്ക് ആദ്യ അക്ഷരം പഠിപ്പിച്ചത് മുതൽ നാടിലുവരെ നമുക്ക് അറിവ് പകർന്നിട്ടുള്ള മുഴുവൻ അധ്യാപകരെയും നമ്മളിവിടെ വന്ദിക്കുന്നു. തൈത്രോപനിഷ ഇങ്ങനെ പറയുന്നു: വേദമനിചാര്യോ അന്തോവാസിന മനുഷ്യാസി സത്യം വദ ധർമ്മം ചര പിതൃദേവോ ഭവ മാതൃദേവോ ഭവ ആചാര്യദേവോ ഭവ. അതെ, ആചാര്യനെ പിതാവിനും മാതാവിനും തൊട്ടു പിന്നിൽ സ്ഥാനം നൽകി ദേവതുല്യരായി പരിഗണിക്കണം. ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ മുഴുവൻ പുരുജനങ്ങളുടെയും മുമ്പിൽ ഈ ശിശ സമൂഹം ആദരവോടെ തലവെക്കും. അറിഞ്ഞോ അറിയാതെയോ അഹിതമായി എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളതിനെല്ലാം മാപ്പ് ചോദിക്കും. കൗമാര ചാപല്യങ്ങളും ചാചാട്ടങ്ങളും ഞങ്ങളെ വഴിതെറ്റിച്ചിരിക്കാം.
ഗുരുവിന്റെ മനസ്സ് വിശാലമാണ്. ആ മനസ്സ് തുറന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുക. ഒരു നിമിഷം പ്രിയപ്പെട്ട അധ്യാപകരെ, നിങ്ങൾ കൈനീട്ടി ഞങ്ങളെ അനുഗ്രഹിക്കുക. ഞങ്ങൾ എഴുന്നേറ്റ് നിന്ന് ശിരസ് പിടിച്ച് ആശീർവാദം സ്വീകരിക്കുന്നു. ചാപല്യങ്ങളും ചാഞ്ചാട്ടങ്ങളും ഞങ്ങളെ വഴിതെറ്റിച്ചിരിക്കാം. ഗുരുവിന്റെ മനസ്സ് വിശാലമാണ്. ആ മനസ്സ് തുറന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുക. ചെന്നൈയിൽ നിർമ്മല ഹൈസ്കൂൾ 1975 തിരികെ കൂട്ടായ്മയുടെ അധ്യക്ഷസ്ഥാനം വഹിച്ച ഡോക്ടർ ജോർജ് കാഞ്ഞക്കാട്, ഉദ്ഘാടനം നിർവഹിച്ച ഡോക്ടർ പി ടി ജോസ് പുഴയിലെ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ഗുരുശ്രേഷ്ഠരെ, ആദരണീയ വ്യക്തിത്വങ്ങളെ, നമുക്കറിയാം ഇന്ന് ഈ തിരികെ കൂട്ടായ്മയിലായിരിക്കുമ്പോൾ വളരെ വികാരനിർഭരമായ ഒരു അന്തരീക്ഷത്തിലാണ്. തീർച്ചയായും 47 വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ചു ചേർന്ന് പഴയ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സൗഹൃദത്തിന്റെയും പങ്കുവെക്കലുകൾ നമ്മളിപ്പോൾ ഇവിടെ കാണുകയായിരുന്നു. വളരെയധികം സന്തോഷമുണ്ട് ഇന്നത്തെ കൂട്ടായ്മയിൽ പങ്കെടുത്തത്. ഇപ്പോൾ ചെമ്പേരി നിർമ്മല UP സ്കൂൾ, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ, ഹെഡ് മാസ്റ്റർ ഒക്കെ ഇവിടെ ആയിരിക്കുമ്പോൾ പഠിച്ച വിദ്യാലയത്തെയും പഠിപ്പിച്ച അധ്യാപകരെയും കൂടെയുണ്ടായിരുന്ന സഹപാഠികളെയും ഒക്കെ മറക്കാതെ ഇപ്പോഴായിരിക്കുന്ന ഞങ്ങളെയും ഈ കൂട്ടായ്മയിൽ പങ്കുചേർത്തുകൊണ്ട് ഈ സന്തോഷം പങ്കുവച്ചതിന് ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ ഇന്ന് ഞങ്ങളുടെ വിദ്യാലയത്തിലുള്ള എല്ലാ അധ്യാപകരെയും, അതുപോലെ 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും ഈ സന്തോഷത്തിൽ പങ്കുചേർക്കുകയായിരുന്നു എന്ന് പറയുന്നതിൽ ഒത്തിരിയേറെ അഭിമാനമുണ്ട്. ഇന്നത്തെ ഈ കൂട്ടായ്മയെ കുറിച്ച് ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഞങ്ങളുടെ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും ഓരോ ക്ലാസ് തിരിച്ച് അവർക്ക് വേണ്ട സ്വീറ്റ്സ് അവർക്ക് നൽകിയപ്പോൾ അവരുടെ സന്തോഷവും അവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള സന്തോഷവും ഒക്കെ ഞങ്ങൾ കാണുകയായിരുന്നു. തീർച്ചയായും ഇന്ന് ഇവിടെ ആയിരിക്കുമ്പോൾ ഈ പ്രിയപ്പെട്ട ഗുരുശ്രേഷ്ഠര്, ഞാൻ എൻ്റെ കസേരയിലെ ഓഫീസിലിരിക്കുമ്പോൾ അവിടെ കാണുന്ന ഫോട്ടോയിലുള്ള അധ്യാപകരുടെയൊക്കെ മുൻപിൽ ഇന്നായിരിക്കുവാനും അവരോട് സൗഹൃദം പങ്കുവയ്ക്കുവാനും ഒക്കെ സാധിച്ചപ്പോൾ ഞങ്ങളുടെ കർത്തവ്യത്തിനും ഒരു നല്ല പ്രചോദനം നൽകുകയായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ കേട്ടിരുന്ന സമയം നിർദ്ദേശിച്ചിരിക്കുന്നു എന്നറിയാം. എല്ലാവർക്കും ഇന്നത്തെ കൂട്ടായ്മയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ ഒത്തിരിയേറെ സ്നേഹത്തോടെ ദൈവാനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ഈ കൂട്ടായ്മയിൽ പങ്കുചേർത്തതിന് ഇതിന്റെ സംഘാടകർക്ക് എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. തീർച്ചയായും ഇനിയും ഞങ്ങളുടെ വിദ്യാലയത്തെയും ഞങ്ങളുടെ വിദ്യാർത്ഥികളെയും ഞങ്ങളെ ഓരോരുത്തരെയും ഓർക്കുകയും സമൂഹത്തിന് ഒത്തിരിയേറെ നന്മ ചെയ്യുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ കൂട്ടായ്മയ്ക്ക് എല്ലാവരുടെ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ സ്നേഹക്ഷണ ചെയ്തുകൊണ്ട് എല്ലാ ശാരീരിക വിഷമങ്ങളും മാറ്റിവെച്ച് ഇവിടെ എത്തിച്ചെന്ന നമ്മുടെ പ്രിയപ്പെട്ട ജോർജ് മോഹൻ സാർ നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ട് 2 വാക്കുകൾ സംസാരിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ വിദ്യാർത്ഥികളെ, സഹപ്രവർത്തകരെ, അധ്യക്ഷമായിട്ട് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസം ബഹുമാനപ്പെട്ട ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചത് എല്ലാവരുമായി 47 വർഷത്തും പഴക്കമുള്ള സൗഹൃദം പുറത്തുന്നതിനാണ്. എല്ലാവരും വളരെ ആകാംക്ഷയോട് നോക്കിയിരുന്ന ഈ സൗഹൃദത്തിലേക്ക് എന്നെക്കൊണ്ട് ക്ഷണിച്ചതിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. വളരെ വിഷമം പിടിച്ചൊരു പരിപാടിയാണ് ഇത് സംഘടിപ്പിക്കാറുള്ളത്. എൻ്റെ സംഘാടകരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. വേദിയിലുള്ള സംഘാടക സമിതിയൊക്കെ രൂപീകരിച്ച് ഇത്രയും പ്രവർത്തനങ്ങൾ നടത്താൻ അത്ര എളുപ്പമായ കാര്യമൊന്നുമല്ല. ഞാൻ അവരെ പ്രത്യേകം
അഭിനന്ദിക്കുന്നു. ഞാൻ ഇപ്പോൾ ഈ സംഗമനത്തിൻ്റെ പ്രധാന ഉദ്ദേശം 47 വർഷത്തിന് ശേഷം നിങ്ങൾ ഓരോരുത്തർക്കും വന്ന അനുഭവങ്ങളും വ്യത്യാസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് പറഞ്ഞ് അതൊന്ന് കൊടുക്കാൻ വേണ്ടിയാണ്. അത് വലിയ കാര്യമാണ്. ഒത്തിരി കാലം കൂടി കാണുമ്പോൾ അത് അവരെ കാണാനുള്ള ഇത് ആഗ്രഹമാണ്. അത് ഞാൻ പ്രത്യേകമാക്കി നന്ദി പറയാം. ഞാൻ അങ്ങനെ സംസാരിക്കുന്നില്ല. സമയം കുറഞ്ഞൊന്നും നിർത്തുന്നു. ഒരുമിച്ച് കണ്ടതിൽ വളരെയധികം സന്തോഷം. നമ്മുടെ ഈ തിരികെ എന്നുള്ള ഈ റീയൂണിയന് അധ്യക്ഷത വഹിച്ച് ബഹുമാനപ്പെട്ട യോഗാചനും ഉദ്ഘാടന പ്രസംഗം നടത്തിയ ജോസും അതുപോലെ ജോർജ് സാർ ഉൾപ്പെടെയുള്ള എൻ്റെ സഹപ്രവർത്തകർ എല്ലാവരെയും കാണുന്നതിന് വളരെയധികം സന്തോഷമുണ്ടായിരുന്നു. ഒരുപാട് ഓർമ്മകൾ മനസ്സിലാക്കി തിരികെ എത്തുകയാണ്. അന്ന് നമ്മുടെ ഹെഡ്മാസ്റ്ററായിരുന്ന തോമസ് മാമ്പഴച്ചനെ ഓർക്കുന്നു. ഞങ്ങളോടൊപ്പം വർക്ക് ചെയ്ത് നമ്മളെ പിരിഞ്ഞു പോയ ഒരുപാട് അധ്യാപകരുണ്ട്, കുട്ടികളുണ്ട്. അവരെല്ലാം ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. 75 പ്രത്യേകതകളെക്കുറിച്ചൊന്നും പറയുന്നില്ല, സൂചിപ്പിക്കുകയല്ല, ആവശ്യമൊന്നുമില്ല. ഒരു വഴി ഉണ്ടായിരുന്നെങ്കിൽ കുറേ എണ്ണത്തിട്ട് പറഞ്ഞാൽ കീറ് കൊടുക്കാനുള്ള ഒരു ബാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ആ മുഖങ്ങൾ കാണുമ്പോൾ അന്ന് എന്ത് നിഷ്കളങ്കരായ വ്യക്തികളായിരുന്നു. ചില അവസരത്തിൽ അവരെ പ്രബോധനം സൃഷ്ടിച്ചിട്ടുണ്ട്. അതെല്ലാം ഞങ്ങൾ മറന്നു, നിങ്ങളത് മറന്നു. അവരൊക്കെ ഇത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ്. ഓരോ മുഖവും എനിക്ക് പരിചിതമായിട്ടുണ്ട്. എല്ലാവരും തന്നെ പേരറിയാം. പക്ഷേ ചിലരുടെ പ്രായം നിങ്ങൾ വളരെയധികം മാറ്റം വരുത്തിയിട്ടുണ്ട്. ആ 75 നിങ്ങളുടെ ഒരു സോഷ്യൽ നമുക്ക് പങ്കെടുക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചില്ല. കാരണം നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം, അതിൻ്റെ എല്ലാ കുറവുകളും തീർത്തുകൊണ്ട് ഇന്ന് നിങ്ങളുടെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതിന് വളരെയധികം സന്തോഷമുണ്ട്. ജോർജ് കുട്ടിയൊക്കെ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട് ആകുമ്പോഴേ. അതുപോലെ ഇരിക്കുന്ന പലരും എൻ്റെ സ്റ്റുഡൻസാണോ സുഹൃത്തുക്കളാണോ തന്നെ അറിഞ്ഞുകൂട. സെബാസ്റ്റ്യന്, കുട്ടപ്പന്, ഒരുപാട് പേരുണ്ട്. അവരൊക്കെ വിദ്യാർത്ഥികൾ മാത്രമല്ല, ഇപ്പോൾ സുഹൃത്തുക്കൾ കൂടിയാണ്. എല്ലാവരും ഈ ചടങ്ങിൽ വന്നതിന് ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കെടുത്തത് ഈ ചടങ്ങാൻ തോന്നുന്നു. കാരണം മറ്റേതിൽ വളരെ കുറവാണ്. നിങ്ങളുടെ ഈ ഓർഗനൈസേഷൻ വളരെ വളരെ മികച്ചതാണ്. നിങ്ങളുടെ ഓർഗനൈസേഷൻ വന്നപ്പോൾ തൊട്ട് എല്ലാവരും കാര്യമായി സ്വീകരിക്കുകയും ഓരോരുത്തർക്കും ഇത് ഭാഷ്യം അതുപോലെ മറ്റ് എല്ലാം നൽകുകയും ചെയ്ത് വളരെ താല്പര്യത്തോടുകൂടി ഞങ്ങൾ സ്വീകരിക്കുകയും അതുപോലെ വളരെ താല്പര്യത്തോടുകൂടി വന്ന് വിളിക്കുകയും ചെയ്ത എല്ലാവരോടുള്ള നന്ദി ഞാനിവിടെ പ്രകടിപ്പിക്കുന്നു. ഇതുപോലെ ഈ ഫംഗ്ഷൻ ഇനിയുണ്ട്. 89, 87 ഭാഷകാരൊക്കെ റെഡിയായിട്ടിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ വികാരി ജനറൽ മുതുമുന്തൻ അച്ഛൻ്റെ ബാച്ചും ഉടനെ തന്നെ ഈ സമാഗമം നടത്താനായിട്ട് ഉണ്ടെന്ന് നേരത്തെ തന്നെ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരെയും കണ്ടതിനും ഇവരോടൊപ്പം ഇത്രയും സമയം ചെലവഴിക്കുന്നതിനും വളരെയധികം സന്തോഷമുണ്ട്. സമയത്തിനും കൊണ്ട് അധികം നീട്ടുന്നില്ല, ഞാൻ നിർത്തുന്നു. സദസ്സിന് ഈ ഓഡിറ്റോറിയത്തിലുള്ള എല്ലാവരും എൻ്റെ പേര് ഇവിടെ പല കുട്ടികൾക്കും പക്ഷേ ഇന്ന് എനിക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവുക. ഞാൻ പൊതുവെ അറിയപ്പെടുന്നത് പണിക്കൽ സാർ എന്നാണ്. എൻ്റെ ശരിയായ പേര് ജീവിക്കുന്നതാണ് പഠിക്കാൻ. ഞാനെൻ്റെ ജോലിക്ക് വന്നത് 67-ലാണ്. എൻ്റെ ആദ്യത്തെ സ്കൂള് 77 ജനുവരി 20 ഞാൻ പോയി. ആ കാലയളവ് എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാലഘട്ടം. പലപ്പോഴും നമ്മൾ പലരോടും ചോദിച്ചാൽ
നിങ്ങളുടെ ഏറ്റവും സന്തോഷകരമായ സമയം ഏതാണ് എന്ന് ചോദിച്ചാൽ പലരും പറയുക ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ്, ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, അങ്ങനെയൊക്കെ പറയും. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ദുരിതം എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ ചെമ്പേരി സമയത്താണ്. അതിന് കുറേ കാര്യങ്ങളുണ്ട്. അതൊന്നും കൂടി വിശദീകരിക്കാൻ സമയം തരുമോ അറിയില്ല. തരുമോ? ഇല്ല. ഞാൻ അതിനെക്കുറിച്ച് ഇവിടെ സമയം കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഒരു കവിത എഴുതിയിട്ടുണ്ട്. അതിവിടെ ഇപ്പോ പുതിയ ഒരു നവോത്ഥാനമൊക്കെ പറയാവുന്ന ഒരു കാര്യങ്ങളുണ്ട്. അതായത് 75 വയസ്സ് കഴിഞ്ഞാൽ അവർക്കൊക്കെ പാടാം. അവർക്ക് രാഗം വേണ്ട, താളം വേണ്ട, ഭാവം വേണ്ട, ലയം വേണ്ട, ഒന്നും വേണ്ട. നിങ്ങളൊന്നും ആയിട്ടില്ല, കുറച്ചുകൂടെ കഴിയണം. ഞങ്ങളിലൂടെ പലർക്കും ആ സൗഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ട് എൻ്റെ ചെവിയിലെ ചെറിയ അനുഭവങ്ങൾ ഞാൻ കവിതയായി ഇവിടെ വന്നിരിക്കുന്നു. ഒരു വട്ടം കൂടിയ പഴയ ചെമ്പേരിയെ തഴുകിക്കുണരുവാൻ ഒരു വട്ടം കൂടിയ പഴയ ചെമ്പേരിയെ തഴുകിക്കുണരുവാൻ മലയും പുഴയും പള്ളിക്കൂടവും നിറവാർന്ന പച്ചപ്പും കാണാൻ മോഹം. മലയും പുഴയും പള്ളിക്കൂടവും നിറവാർന്ന പച്ചപ്പും കാണാൻ മോഹം. കുളിരേറും മഞ്ഞത്തും മഴ ഏറും വിലത്തും ഏരി വെയിലത്തും പടവൊരുതി ഒന്നിച്ച മലയോര കർഷകരെ അവരുടെ പൊന്മക്കളെ ചിരിതൂപം നിങ്ങളുടെ മുഖം ഒന്ന് കാണട്ടെ തെളിയട്ടെ. കുളിരേറും മഞ്ഞത്തും മഴയേറും കുളിരത്തും ഏരി വെയിലത്തും പടവൊരുതി ഒന്നിച്ച മലയോര കർഷകരെ അവരുടെ പ്രിയ മക്കളെ മുഖമൊതലിയത്തെ കാണട്ടെ. ഒരു വട്ടം കൂടി നമ്മുടെ സ്കൂളിന്റെ പടികേറി ചെല്ലുവാൻ മോഹം. ഒരു വട്ടം കൂടി നമ്മുടെ സ്കൂളിന്റെ പടികേറി ചെല്ലുവാൻ നിറപുഞ്ചിരിയുമായി ഇവിടാകെ അലയുന്ന പരലോക പ്രാപ്തരെ ഇടത്തിൽ പിരിയട്ടെ. നിറപുഞ്ചിരിയുമായി ഇവിടാകെ അലയുന്ന പരലോക പ്രാപ്തരെ പരലോക പ്രാപ്തരെ ഇട ഒരു വട്ടം കൂടിയ ചെമ്പേരി പുഴയിലെ കുടിശ്ശീലുകാണുവാൻ മോഹം. ഒരു വട്ടം കൂടിയ ചെമ്പേരി പുഴയിലെ കുടിശ്ശീലുകാണുവാൻ മോഹം. കുളി കഴിഞ്ഞ് ഈരടുത്തു വരുന്നോരാ ഉറുമിലി കാണുവാൻ മോഹം. കുളി കഴിഞ്ഞ് കുടുംബിനി കാണുവാൻ മോഹം. ഒരു കുടുംബീരത്തൻ തൊട്ട മരത്തണലിൽ കൂടുവാൻ മോഹം. ഒരു കുടുംബീരത്തൻ തൊട്ട മരത്തണലിൽ ഒന്നിച്ചു കൂടുവാൻ മോഹം. കളി നേരത്ത പലതിരുവാൻ മോഹം.
അല്ലേ നമ്മൾ വീട്ടിലും പരുതാതെയോ ഇനിയേറെ മുഖങ്ങൾ കൊണ്ടെനിക്കെങ്കിലും ഇവിടെ പറയുവാൻ നേരം ഇനിയേറെ മോഹങ്ങൾ കൊണ്ടെനിക്കെങ്കിലും ഇവിടെ പറയുവാനില്ല നേരം മോഹങ്ങൾ മോഹങ്ങൾ തീരാത്ത മോഹങ്ങൾ 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 തീരാത്ത മോഹങ്ങൾ മാനവരാശിന് പ്രാണവായു മോഹങ്ങൾ മോഹങ്ങൾ തീരാത്ത മോഹങ്ങൾ മാനവരാശിതൻ പ്രാണവായു ഞാൻ പേര് വന്നപ്പോൾ എനിക്ക് ഉണ്ടായ കുറേ അനുഭവങ്ങൾ പറയാറില്ല അതൊന്നും കൂടെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഫെബ്രുവരിയിലെ ജീവിതം ആ കാലഘട്ടത്തിലൊക്കെ വരുമ്പോൾ ഞാൻ സൂചിപ്പിച്ച പോലെ ഏത് മലയുടെ മുകളിലും വെള്ളം എല്ലാവർക്കും പറ്റുമ്പോൾ ഏറ്റവും നന്നായിട്ട് എന്നെ ആകർഷിച്ചത് ഇവിടുത്തെ നിങ്ങളുടെയൊക്കെ മുൻ തലമുറക്കാരുടെ സ്നേഹം കൂട്ടായ്മ അതൊക്കെ എന്നെ വളരെയാണ്. ഞാൻ ചങ്ങനാശ്ശേരിക്കാരാണ്. ഇവിടെ വരുമ്പോൾ അവിടൊന്നും ഇല്ലാത്ത ഒരു സൗഹൃദം, ഒരു സ്നേഹം, ഒരു കൂട്ടായ്മ അതൊക്കെ ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്നു. ഞാൻ ഗവൺമെൻറ് സ്കൂളിൽ വിടുന്നു. കാരണം ഞങ്ങളുടെ സാഗരവാസം ഞാൻ എന്നും ഓർമ്മിക്കുന്ന ഒരു സ്കൂളാണ്. ഇന്നത്തെ ഒരു പ്രാവശ്യമെങ്കിലും ചെമ്പേരിയെക്കുറിച്ച് ഓർമ്മിക്കും. ചെമ്പേരിയിലെ ഏത് വാർത്ത കിട്ടാനും ഞാൻ വായിക്കും. ചില ആളുകൾ കുട്ടികളൊക്കെ കണ്ടിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇന്ന് കാര്യമാക്കേണ്ട വയസ്സൊക്കെ കുറെ കൂടിയില്ലേ എങ്കിലും ചെമ്പേരി എന്ന് കേൾക്കുമ്പോൾ ഒരു വിശുദ്ധ ഒരു എന്താ പറയുക ഊർജം അതിപ്പോഴും വരുന്നുണ്ട്. എനിക്ക് എല്ലാവർക്കും ഇപ്പോൾ അവ നിർബന്ധിക്കുന്നതുകൊണ്ട് ഞാൻ ചെല്ലുവാൻ പറയുന്നു. എന്തെങ്കിലും ചെല്ലുവാന്ന് പറയുന്നത് താല്പര്യമുണ്ട്. അതിന് കാര്യം ദീർഘമായ ഒരു കാലം ഇവിടെ ജീവിക്കാനും അതുപോലെ സ്കൂളിൽ വർദ്ധിക്കാനുള്ള ആഗ്രഹം ദൈവം തന്നു. അപ്പോൾ ഈ ഗാഥനെ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളും ഞാൻ ഉൾപ്പെടെ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും തീരുകയില്ല. കാരണം ഇതിൻ്റെ അവസരത്തിൽ പറഞ്ഞിരുന്ന കണ്ട് സംസ്കൃതിച്ചത് വലിയ അവസരത്തിൽ നമുക്ക് തന്നാണ്. എല്ലാം ആയുഷമായിട്ട് നമുക്കും എല്ലാം ദൈവത്തിന് മാത്രമേ ഉള്ളൂ. സംസ്കരിക്കുന്ന ആളുകളില്ല. ആദ്യമായിട്ട് ലോകമാശാസ്ത്രജ്ഞരുടെ ഏറ്റവും സീനിയർ പ്രായം തന്നെയാണ്. ഇവിടെയുള്ള സംഗീതത്തിന് കണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ താല്പര്യം കണ്ട് എനിക്ക് വളരെ സന്തോഷമായി. കാരണം നല്ല അവസ്ഥയിലല്ല നീക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാം വേണ്ടത് തന്നെ ഞാൻ ഉൾപ്പെടെ നല്ല പ്രായമുള്ളത്. അപ്പം ദൈവങ്ങളുടെ അനുഗ്രഹം തന്നെ വളരെ നന്ദി ആഗ്രഹം പറയാം. അടുത്തത് ഓർമ്മ കുറവായതുകൊണ്ട് എല്ലാ പോയിന്റ്സും ശരിക്കും പറയാൻ പറ്റില്ല. എങ്കിലും ഇത്രയും ഭംഗിയായിട്ട് കാര്യം ആസൂത്രണം ചെയ്ത ഇവിടെ ഇരിക്കുന്ന 75 SSC ബാച്ചിലെ നല്ല മനസ്സിലുള്ള സ്നേഹമുള്ള ആസൂത്രണം ചെയ്യാൻ നല്ല കഴിവുള്ള സമർത്ഥരായ നിങ്ങൾ ആദ്യമായി ഞാൻ അഭിനന്ദിക്കുക. കാരണം എത്ര ഭംഗിയായിട്ട് കാര്യം ചെയ്യുന്നത് സാമ്പത്തിക കാരണം ശരീരക്കാരൻ വേണം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് ഏതാനും ആളുകളായിരിക്കും നല്ല ബുദ്ധി കഴിവുമുള്ള ദൈവങ്ങളുടെ ദാനം ചെയ്തുകൊണ്ടാണ് ഇതിങ്ങനെ ആസൂത്രണം ചെയ്യാൻ പറ്റുന്നത്. അത് ഏറ്റവും കൂടുതൽ ആകർഷിച്ച എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കാലത്ത് നമ്മളെ വിട്ടുപോയ എല്ലാവരെയും എടുത്തെടുത്ത് ഇതാരാ ഇത്ര ഭംഗിയായിട്ട് ആസൂത്രണം അവരുടെ പേര്, അവരുടെ ചിത്രം, മറ്റ് പശ്ചാത്തലം എത്രയോ ഭംഗിയായി അധ്യാപകര്, അനധ്യാപകര്, അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ കാണിച്ചതുപോലെ അവരുടെ എല്ലാ കാര്യത്തിനും വ്യത്യാസമാണ്. സാമ്പത്തികമായിട്ടും കൈകാര്യം ചെയ്യാൻ കഴിവും താല്പര്യമുള്ളവർ താങ്കൾ ദാസിനെ പഠിപ്പിച്ചുള്ള അക്ഷരങ്ങളുള്ള പ്രധാന ഒന്നിനും രണ്ടിനും പഠിപ്പിക്കുന്ന എട്ടും കൊണ്ട് ചെയ്യാത്ത കുട്ടികളെ വേണ്ടിയിട്ടുള്ള അധ്യാപകർ കളരി പഠിപ്പിക്കുന്ന ആശാന്മാർക്കൊക്കെയാണ്. അതിൽ നേരത്തെ പറഞ്ഞാൽ പിടിക്കുന്ന കുട്ടികൾ ബാക്കിയുള്ളവർക്കൊക്കെ കിട്ടുന്നു. അവരൊക്കെ അത് കൈകാര്യം ചെയ്ത് പോയി, എത്ര ഭംഗിയായിട്ട് കൈകാര്യം ചെയ്ത് പോയി. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ കാല അനുഭവങ്ങളെ കുറിച്ച് പറയുമ്പോൾ
ഏതായിട്ടുള്ള ഇപ്പൊ ഈ അധ്യാപകന്റെ ഫീൽഡിൽ നല്ല മാർക്കും കഴിവുള്ള ആളുകൾ സമൂഹത്തിൽ നിന്ന് വിട്ടുപോകും. അവർ മറ്റു തരത്തിലേക്ക് സാമ്പത്തിക കൂടുതൽ എങ്ങനെ ഉണ്ടാക്കാം, അതിന്റെ പിന്നിലെ ഉത്തരവാദികളുടെ മാതാപിതാക്കൾ തന്നെയാണ്. ഞങ്ങളുടെ ഒത്തിരി ആളുകൾ വന്ന് ഞാൻ അറിവിൽ നിന്ന് വന്ന് എത്ര കൊല്ലമായി പഠിക്കുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു, പൊട്ടണ്ടാവുന്ന ആളുകൾ പറഞ്ഞു, അതിനുള്ള ഇന്ത്യഭാരത്തെ പെൺകുട്ടികൾ ആൺകുട്ടികൾ കഴിവോട്ട് ഇങ്ങോട്ട് വരുന്ന എന്നെ മാത്രം ഓർമ്മ പാലമൊക്കെ റോഡൊക്കെ ഒന്നും എഴുതുന്നില്ല. ഞങ്ങളിവിടെ 10 അധ്യാപകർ ഒരുമിച്ച് ആവശ്യപ്പെട്ടിരുന്നു. സാധാരണ സഭാണ് അനുഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ അതിനെ നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഞങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം പറ്റി പഠിക്കാൻ സമയത്ത് പുഴയെ കുറിച്ച് പൊടി തീർന്നത് സത്യം. പ്രതിബദ്ധമായ പലരും തോന്നുന്നു. രാവിലെ ഞങ്ങൾ 10 രൂപ അങ്ങോട്ട് പോകും. മറ്റു ദിനങ്ങളൊക്കെ വേറെ പുഴയിൽ വെളിച്ചൊക്കെ നടത്തി അധ്യാപകരെ എന്നിട്ട് കുളിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഭക്ഷണം കഴിച്ച് പോയിട്ടുണ്ട്. ഈ വളരെ ദൂരേക്ക് വരുന്ന കുട്ടികളുടെ അവരുടെ വിഷമം കഷ്ടപ്പാടിലാകുമ്പോൾ നമ്മൾ അവരോട് ബാക്കിയാണ്. പക്ഷേ അവരുടെ സ്നേഹം എത്രയോ ഭയങ്കരമാണ്. അധ്യാപകനെ ശമ്പളമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ കാലത്ത് അനുഭവിക്കുകയാണ്, ഇരിക്കുന്നവർ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ എനിക്ക് നാളെ കയറി നല്ല പ്രായമാണ്, അതുകൊണ്ടുള്ള ശരീരമുണ്ട്. ഇപ്പൊ എവിടെ ചെന്നാലും നയന്മാരൊക്കെ എന്റെ ശിഷ്യന്മാരാണ്. ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ചോദ്യം പറയുന്നു, ചായ കുടിക്കാൻ ശ്രമിക്കുന്നു. എന്തൊരു സന്തോഷം. ഞാൻ മറ്റ് ഗ്രാമങ്ങളൊക്കെ പഠിപ്പിച്ചതാണ്. അതിനിപ്പം ഈ കാണുന്നതൊക്കെ എടുത്തു പറഞ്ഞു. കാരണം അന്നത്തെ നിങ്ങൾ കഴിവൊക്കെ ഞങ്ങൾക്ക് നന്നായി പിടിച്ചു. ഞങ്ങൾ നല്ല നിലയിൽ എത്തി. അപ്പോൾ ഇവരോട് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ മക്കളൊക്കെ എവിടെയായി? അപ്പൊ എനിക്ക് അവിടെ പോയി UK-യിലുണ്ട്, അഭിരാജ്യങ്ങളിലെല്ലാം ഉണ്ട്, അമേരിക്കയിലുണ്ട്, കാനഡയിലുണ്ട്, ആന വരുമാനം വരുന്നുണ്ട്. പക്ഷേ ഈ പ്രദേശത്തെ ഒരു 2 സത്യങ്ങൾ ഞാൻ പറഞ്ഞു. പല വീടുകളിലും ഇഷ്ടം പോലെ സമ്പത്ത്, പക്ഷേ പ്രായം തന്നെയാണ് ഒറ്റ. നമുക്ക് ഇത് കഴിഞ്ഞു അച്ഛനുണ്ടായിട്ട് ഒരു പ്രായം എന്നോട്ടില്ലാത്ത ആത്മഹത്യയെല്ലാം നഷ്ടപ്പെട്ടു. നമ്മുടെ ആ സമ്പത്ത് തന്നെ എല്ലാം നമ്മുടെ മക്കൾക്ക് ഇന്ന് മാതാപിതാക്കൾ വളരെ വിഷമിക്കുക. എല്ലാവരും മൂലയിലെ സ്വർണ്ണം കൂട്ടിയിട്ടോ കോടികൾ ബാങ്കിലുണ്ടാകുന്ന അവസാന നിമിഷത്തിൽ ഈ നോട്ടിനും സ്വർണ്ണങ്ങളും ഒരു വാക്ക് പറയാനും നമ്മളെ ആശ്ലേഷിക്കാൻ വെള്ളം തരാനും ഇനി അപ്പച്ച അമ്മയ്ക്ക് ക്ഷീണമാണോ എന്നതാണ് വേണ്ടത് എന്നുള്ള നമ്മുടെ സ്വപ്നം തുടങ്ങിയ ആർത്തിയിൽ എന്റെ ജീവിതം അതുകൊണ്ട് മുന്നോട്ട് പറയാനുള്ളത് മാതാപിതാക്കൾ പറ്റുമെങ്കിൽ നല്ല മാർക്കും കഴിവുള്ള കുറച്ച് കുട്ടികളെ അധ്യാപകത്തിന് വേണ്ടി വിടണം. മാന്യമായ രീതിയിൽ സാധാരണ ശമ്പളത്തോടെ മറ്റു കാര്യങ്ങളൊക്കെ നേരിടുന്ന ജീവിതം സമാധാനത്തോടുകൂടി സ്വന്തം രാജ്യത്ത് ജീവിക്കാനും പറ്റും. ഞാൻ പറഞ്ഞ അറിയപ്പെട്ടായിപ്പോലെ എനിക്കറിയത്തില്ല, എങ്കിലും നിങ്ങളുടെ അവസരം തന്ന ഇതിൻ്റെ സംഭാവനയ്ക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എൻ്റെ ബഹുമാനരായ അധ്യാപക സുഹൃത്തുക്കളിൽ എല്ലാവരുടെ പേരൊക്കെ പറയുന്നില്ല, പ്രിയമുള്ള വിദ്യാർത്ഥികൾ, ചെപ്പേരിയിലേക്ക് എന്നെ ഓരോ വരും നൊസ്റ്റാൾജിയ നോക്കുന്നു. കാരണം ഞാനും നിങ്ങളും ഈ കാലഘട്ടത്തിലെ ഭാഗ്യമുള്ളവരാണ്. കാരണം നമ്മുടെ ഭാരതത്തിൻ്റെ ആ വികാസ പരിണാമത്തിൻ്റെ തുടക്കവും ഇന്നത്തെ അവസ്ഥയെ കാണാൻ വേണ്ടി ഭാഗ്യമുള്ള തലമുറയാണ്. കാരണം ഓർത്തു നോക്കി ആ കാലം 47 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ആ ചെപ്പേരി ഇന്നത്തെ ചെപ്പേരി ഈ ലോകത്തിന് മാറിയിരിക്കുന്നു. അപ്പം ഈ 2 അർത്ഥം കാണാൻ കഴിഞ്ഞ ഒരു ഭാഗ്യമുള്ള തലമുറയിൽപ്പെട്ടാണ് ഞാനും നിങ്ങൾ. എനിക്ക് ചെപ്പേരിയുടെ ഈ മാത്രമല്ല നേരിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളെ പറഞ്ഞത് തീർച്ചയായിട്ടും വളരെ അഭിമാനമാണ്. എൻ്റെ വിദ്യാഭ്യാസ ശേഷം യൗവനകാലം 21 വർഷം ഞാൻ എവിടെയാണ് ചെലവഴിച്ചത്. 10 വർഷം കൊടുക്കേണ്ടി. അങ്ങനെ ജീവിതത്തിൻ്റെ മുക്കാൽ ഭാഗവും മലബാറിലാണ് ചെലവഴിച്ചത്. അപ്പോൾ ഇവിടെയുള്ള എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ ഭാഷയെ സംബന്ധിച്ച് 74-75 ശരിയാണ്. നിങ്ങളുടെ ഒരു
പിന്നെ നമ്മുടെ ജീവിതത്തിൽ പലതും പ്രതികരിക്കും, ഞാൻ പ്രതികരിക്കും. ആര്യ ഇവിടെ വന്നിട്ടുണ്ടല്ലോ, ആര്യ ഞാൻ അനുസരണം കണ്ടിട്ടില്ല. പക്ഷേ ഞാനും ആര്യ ഈ നാടുകൊണ്ട് അറിയപ്പെട്ടവരായിരുന്നു. അരികരമായിട്ട് വലിയ കലാകാരങ്ങളായിട്ട് മാറി. ഇതൊന്നും മനഃപൂർവ്വമല്ല. നമുക്കറിയാം റിഫ്രഷ് പ്രവർത്തനം നമ്മളൊരു സത്യം ചെയ്യാൻ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ നമ്മൾ പ്രതികരിക്കും. ഈ പ്രതികരണം ഒരിക്കലും നമ്മൾ ബോധപൂർവ്വം ചിന്തിക്കുന്നതുമാണ്. അത് നമ്മുടെ മന്ത്രിമാരുടെ കാര്യത്തിൽ അല്ലേ ചില പ്രതികരണങ്ങൾ അത് അവരുടെ ആരോഗ്യമോ അത് ചിന്തിച്ചോ ചെയ്യുന്ന കാര്യമാണ്. സഡനായിട്ട് നമ്മൾ പ്രതികരിക്കും. അതൊക്കെ അത്രയുള്ള ഒരു കാര്യമാണ്. അല്ലാതെ ഞാൻ ഒരാൾക്ക് അറിയാവുന്ന ഒരു മോശമായ തിരിച്ചു വരും. ഞാനൊക്കെ അനുഷ്ഠിക്കാൻ കാര്യം പൂർത്തിയായിരിക്കും. ഇത് ഞാൻ ചിന്തിക്കുന്നുണ്ട്. അപ്പം അതൊന്നും ഒരു പ്രശ്നമായിട്ട് കഴിക്കരുത്. അത് എൻ്റെ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ചാറ്റത്തിനെ കാണാൻ വേണ്ടി പരിശീലിച്ചു. അച്ഛൻ തന്നെ ആദ്യം ജീവിച്ചത് അതിന് മുമ്പ് ചീര വഴിക്ക് വർഷത്തിൽ ചേർത്ത് ചാറ്റത്തിനെ കാണുന്നത് ദിവസം പ്രത്യേകം ഇവൻ അരിക്കാറ് താനാണോ അരിക്കാറ് പറയാം താനാണോ ഞാൻ വിചാരിച്ച താനൊക്കെ ക്ലിയറിനായിരിക്കും എന്നാണ്. അപ്പം ഇതൊക്കെ ഉള്ള കാര്യങ്ങൾ ആളുകൾ ഇങ്ങനെ ഓരോന്നും പറയും. നമ്മളെ സംബന്ധിച്ച് ആളുകൾക്ക് ഓരോ വിചാരിക്കുന്നതാണ്. അതല്ലാതെ അടിസ്ഥാനമായിട്ട് നമ്മളെല്ലാവരും പച്ച മനുഷ്യരാണ് ഈ നാട്ടിൽ ജീവിക്കുന്ന സാധനം. ഇപ്പം ഞാൻ കൂടുതൽ കേൾപ്പിക്കുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങളെ ഈ 74 വാർഷികാലയൊക്കെ കാണണമെന്ന് വലിയ ആഗ്രഹമാണ്. തീർച്ചയായിട്ടും ഈ സംഗമം ഇതിന് മുമ്പ് നടന്നതിനേക്കാളെല്ലാം വളരെ എല്ലാ തരത്തിലും മികച്ചതാക്കി മാറ്റി. ഓരോ സംഗമങ്ങളും കൂടുതൽ കൂടുതൽ മികച്ചതാക്കിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത ഡിസംബറിലുണ്ട്. ഇതിനു മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ വളരെ നല്ലൊരു ഹോംവർക്ക് നടത്തി ഇത് 47 വർഷങ്ങൾക്ക് ശേഷം ഇത്രയും കാര്യം സംഘടിപ്പിച്ചു. തീർച്ചയായും സന്തോഷത്തോടെ എല്ലാവിധ പ്രാർത്ഥനകളോടുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. കോട്ടയം പേരിൽ ഞാൻ ഇടയ്ക്കെല്ലാം ഞാൻ കാണുന്നതാണ്. അതെല്ലാം കാണുന്നതാണ് സംസാരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും എല്ലാവരും പരിചയമുള്ളവരാണ്. എനിക്ക് പരിചയമില്ലാത്തവർ വളരെ കുറവാണ്. അത്രത്തോളം പരിചിതമാണ്. ഒരു കുടുംബത്തിൽ തന്നെ 2 പേരുണ്ട്. വടക്കേപ്പുറത്ത് ദേശീയങ്ങളുടെ ഗോവാസനം. അപ്പം ഇങ്ങനെ ഒരേ കുടുംബത്തിൽ തന്നെ ആ കൃഷ്ണന്മാരുണ്ട്. അപ്പോൾ വളരെ പരിചിതമായ ഒരു സൗഹൃദ സംസ്ഥാനത്തെ എല്ലാവർക്കും നന്ദി. ഒട്ടുമിക്കലും വിവിധ രാജ്യങ്ങളിൽ വെച്ച് നടന്ന ഫിലിം ഫെസ്റ്റിവൽ ബഹുമതി അതിനൊക്കെ ജന്മനാളിന് വേണ്ടി നിർമ്മലയിലേക്ക് അനുജന്മാർ ഇവിടെ ആദരിക്കുന്നു. ജോഡബ്രഹാമിന് ശേഷം സിനിമയിൽ കലയായി മാത്രം കണ്ട ഇന്ത്യക്കാരൻ നമ്മുടെ സഹോദരനാണ് നമ്മുടെ ഡോക്ടർ PV ജോസ്. ജോസിന് മൊമെന്റ് നൽകുന്നതിന് വേണ്ടി കൺവീനർ DP ജോസഫിനെ അദ്ദേഹത്തെ പൊന്നാടിയാക്കി ആദരിക്കുന്നതിന് വേണ്ടി നമ്മുടെ സ്കൂൾ ലീഡർ KV തോമസിനെ സാദരം ക്ഷണിക്കുന്നു. മൊമെന്റ് നൽകുന്നതിന് വേണ്ടി DP ജോസഫിനെ ക്ഷണിക്കുന്നു. ഞാൻ വലിയ മനുഷ്യന്റെ മൊമെന്റോ ഞാൻ തന്നെ ചെറിയ ആൾ പോരാ. ഞങ്ങൾ എല്ലാ അധ്യാപകരെയും ഒന്നിച്ച് ഞാൻ ഈ മൊമെന്റോ കൈമാറുകയാണ്. എല്ലാവരും കർഷകരുടെ കൈയടിച്ച് നമ്മുടെ പ്രിയപ്പെട്ട സഹപാഠിയെ നമുക്കൊന്ന് അനുമോദിക്കാം. വാണിജ്യത്തിന് വേണ്ടി മൈക്രോയിലേക്ക് എത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നെബുലിച്ച് ഒന്ന് കടന്നുവരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 25 ബാച്ചിൽ കുടിച്ചത്
ഒരു വലിയ വിജയമായി മാറിക്കഴിഞ്ഞു. ഈ സംഗമം ഒരു ചെറിയ മനുഷ്യന്റെ ജീവിതത്തിൽ കുറിച്ച് അയാളുടെ നിരന്തരമായ ഇടപെടലിന്റെ ഫലമായി കഴിഞ്ഞ 10-15 വർഷങ്ങളായി നേരിട്ട് കാണുകയും ഫോൺ വിളിച്ച് കേൾക്കുകയും ചെയ്ത എല്ലാ സഹപാഠികളും അയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കൊരു ദിവസം ഒരുമിച്ച് കൊള്ളാം. ഇന്നത്തെ യാഥാർത്ഥ്യമായിരിക്കും ഈ കൂടിച്ചേരലിന് പ്രേരണയാണ് ആ സഹപാഠി മാറ്റാനുമല്ല നമ്മുടെ ബേബി ജേക്കബ് പാടക്കാരൻ ബേബി സ്നേഹത്തോടെ നിങ്ങൾ ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഈ സദസ്സിന്റെ സഹപാഠികളുടെ സ്നേഹം ഏറ്റുകൊള്ളുവാൻ എല്ലാവർക്കും വേണ്ടി ഫാദർ നെബു മാത്യുവിനെ ബേബി ആദരിക്കുന്നതിന് വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നിങ്ങളെക്കാൾ കൂടുതൽ സന്തോഷത്തോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം ഞാൻ ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ്. ഞാൻ 62 ബാച്ചാണ്. നിങ്ങളെൻ്റെ ജൂനിയേഴ്സ്, എൻ്റെ വിദ്യാർത്ഥികൾ മാത്രമല്ല, നിങ്ങളെൻ്റെ ജൂനിയേഴ്സ് കൂടെയാണ്. അതുകൊണ്ട് ഏറ്റവും സന്തോഷത്തോടുകൂടിയാണ് ഞാൻ നിൽക്കുന്നത്. മറ്റൊന്ന്, ഞാൻ പഠിച്ച ഈ സ്കൂള്, ഞാൻ പഠിപ്പിച്ച ഈ സ്കൂള് 47 കൊല്ലത്തോളം ഞാൻ ചെലവഴിച്ച, എൻ്റെ ജീവിതത്തിലെ ഭൂരിഭാഗം ചെലവഴിച്ച മണിക്കൂറുകൾ ഞാൻ ഓടി നടന്ന സ്കൂൾ വിറ്റും അതെല്ലാം വീണ്ടും നിങ്ങളിവിടെ കാണിച്ചപ്പോൾ എന്നോട് എന്നെ പഠിപ്പിച്ച അധ്യാപകരും മനുഷ്യപോയ അധ്യാപകരെയും അതുപോലെ സഹപ്രവർത്തകരെയും ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളെയൊക്കെ നിങ്ങൾ വീണ്ടും ഇവിടെ പ്രദർശിച്ചപ്പോൾ ശരിക്കും എനിക്ക് സന്തോഷവും തോന്നി. അതോടൊപ്പം അവരെയോ കണ്ടപ്പോൾ ഒരു തുള്ളി കണ്ണുനീരും വന്നു. നിങ്ങളുടെ ഈ പ്രയത്നത്തിന്, നിങ്ങളുടെ അധ്വാനത്തിന് ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ഇതുവരെ സംഘടിപ്പിച്ചിട്ടുള്ള എല്ലാ ഗെറ്റുഗതറിനേക്കാളും കൂട്ടായ്മയെക്കാളും ഏറ്റവും ശ്രേഷ്ഠവും ഭംഗിയും സ്നേഹപൂർവ്വമായ കൂട്ടായ്മ. പ്രത്യേകിച്ച് ഒന്നുകൂടി പറയാനുള്ളത്, ഇതുവരെ എല്ലാവരും ചെയ്യുന്നത് ഈ കതിരെ കൊണ്ടേ വളം വയ്ക്കാൻ കേട്ടിട്ടില്ലേ, അതുപോലെ 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ച അധ്യാപകർ മാത്രമാണ് ക്ഷണിക്കാറുള്ളത്. നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ചവരെ പോലും ഓർക്കും, അവർക്ക് വിളിക്കുകയും ക്ഷണിക്കുകയൊക്കെ ചെയ്തു. അതൊക്കെ നിങ്ങളുടെ വലിയ മനസ്സിൽ നിന്നുണ്ടായതാണ്. ഇതൊക്കെ ഓർക്കാതിരിക്കാൻ വയ്യ, പറയാതിരിക്കാൻ വയ്യ. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ 75 ബാച്ച് ചരിത്രം കുറിച്ചതാണ്. ചെമ്പേരി സ്കൂളിനെ മാത്രം ചരിത്രം കുറിച്ചതാണ്. നിങ്ങൾ ഈ ചരിത്രം ഇവിടെ വളരെ ഭംഗിയായി തിരിക്കുകയും ചെയ്തിരിക്കുന്നു. അതിന് ആ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടായത് അത് എത്രയോ ഭംഗിയായിട്ട്, എത്രയോ മാന്യമായി, എത്രയോ അലങ്കാര രൂപേണ, എത്രയോ വിലപൂർവ്വം നിങ്ങളത് നടത്തി. ഈ പ്രായത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സമൂഹത്തിൻ്റെ ഓരോ ഉന്നത ശ്രേണിയിൽ ഇരിക്കുന്നവരാണ്. അവിടെ നിന്ന് ഇറങ്ങി താഴേക്ക് വന്ന് ഈ സ്കൂളിൻ്റെ ഈ ഓഡിറ്റോറിയത്തിൽ അവിടെ ഒരുപാട് പേരുകൾ താഴേക്ക് വന്ന് നിങ്ങൾ ഞങ്ങളെ വന്നിച്ചതിന് ഞങ്ങൾ സ്നേഹത്തോടുകൂടി എന്ന് പറഞ്ഞു. നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ചയുണ്ടാക്കിയെങ്കിൽ അതെല്ലാം ഇപ്പം നിങ്ങൾക്ക് അനുഗ്രഹമായി മാറിയിരിക്കുകയാണ്. നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. പിന്നെ പറയാനുള്ളത്, ഈ വാർദ്ധക്യത്തിലേക്ക് നിങ്ങൾ കടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെല്ലാവരും ചോദിക്കും, ക്ഷീണമായിപ്പോലെ എന്ത് പറ്റിയെന്ന് പറയുമ്പോൾ നമുക്ക് ആ വാർദ്ധക്യം അംഗീകരിക്കാൻ കഴിയാത്തത് നമ്മൾ പറയും, ഭയങ്കര ടെൻഷനാണ്, അല്ലെങ്കിൽ കുറേ വെയിൽ കൊണ്ടെന്നൊക്കെ പറയും. പക്ഷെ ഞാൻ നിങ്ങളെ സ്നേഹപൂർവ്വം ധൈര്യപൂർവ്വം സ്വാഗതം ചെയ്യാണ്. വാർദ്ധക്യത്തിൻ്റെ ഏത് അങ്ങേത്തലക്കിലിട്ടിരിക്കുന്ന ആളാണ് ഞാൻ. മാക്സിമത്തിൻ്റെ ഒരു പ്രായമാണ് ഞാൻ. എങ്കിലും ഞാൻ പറയുന്നു, ജീവിതത്തിൻ്റെ ഏറ്റവും അവസാന വേദിയായ ഈ രംഗത്ത് എത്താൻ കഴിയുന്ന ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. 70 കഴിയുമ്പോൾ നമ്മൾ ആ ഒരു പ്രായം നമുക്ക് ആസ്വദിക്കാനും അനുഭവിക്കാനും ആ കാലം തന്നതിന് ദൈവത്തോട് നമ്മൾ നന്ദി പറയണം. നമ്മൾ ഭാഗ്യമുള്ളവരാണ്. നിങ്ങളും ആ ഭാഗ്യത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ധൈര്യത്തോടും സന്തോഷത്തോടും കൂടി നിങ്ങൾ കടന്നു വരിക. ഒന്ന് രണ്ട് കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. വാർദ്ധക്യം വളരെ സുന്ദരമാണ്, വളരെ ഭംഗിയുള്ളതാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന്, നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം നോക്കുക. നമ്മുടെ കൂടെ ഉണ്ടാവുന്ന എപ്പോഴും നമ്മുടെ ആരോഗ്യമാണ്. ആരോഗ്യം നോക്കുക. രണ്ടാമത്, നിങ്ങൾ വാർദ്ധക്യത്തിലാവുമ്പോൾ ഏകനായിരിക്കും അല്ലെങ്കിൽ ഏകയായിരിക്കും എന്ന് ധൈര്യപൂർവ്വം ചിന്തിക്കുക. ആ ഏകയായിരിക്കുന്ന അവസ്ഥയെ, ഒറ്റപ്പെട്ട അവസ്ഥയെ, ആ ഒറ്റപ്പെടലിനെ അംഗീകരിക്കാനുള്ള മനസ്സും അതിനെ സ്വീകരിക്കാനുള്ള സന്തോഷവും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. ആ ധൈര്യം ഉണ്ടെങ്കിൽ
തീർച്ചയായിട്ടും നമ്മുടെ വാർദ്ധക്യം നമുക്ക് സുന്ദരമാണ്. പിന്നെ ആരോഗ്യം നോക്കിയാലും എത്ര ആരോഗ്യം നോക്കിയാലും ഈ വാർദ്ധക്യത്തിൽ ക്ഷീണവും രോഗങ്ങളൊന്നും ഉണ്ടാകുമെന്ന് വിചാരിക്കുക. ആ രോഗമൊന്നും ഒരു ശാപമായിട്ട് കണക്കാക്കാതെ, ആ തളർച്ചയൊന്നും ഒരു ക്ഷീണമായിട്ട് കണക്കാക്കാതെ, ഇതിൻ്റെ പ്രായമാണ്. നമ്മളാരെങ്കിലും ചെറുത് 1 വയസ്സായപ്പോൾ നീന്ത് നടക്കുകയാണെന്ന് ദുഃഖിച്ചിട്ടുണ്ടോ? ആരും ദുഃഖിച്ചിട്ടില്ല. ഈ എഴുത്തിലും കാഴ്ചയിലും ഒക്കെ വാർദ്ധക്യത്തിൻ്റെ പ്രത്യേകതയാണ് എന്നോർത്ത് അതിനെ ധൈര്യപൂർവ്വം സ്വീകരിക്കുക, സ്നേഹത്തോടെ മനസ്സിലാക്കുക. മറ്റുള്ളവരെ നമ്മളെ എത്തുന്നവരെ സ്നേഹിക്കാൻ പഠിക്കുക. നമ്മളെ എത്തിയിരിക്കുന്ന നമ്മുടെ മക്കളെ പോലും ക്ഷമിക്കാനും സ്നേഹിക്കാനും പഠിക്കുക. ഇത്രയൊക്കെ ആയെങ്കിൽ വാർദ്ധക്യം പരിപൂർണ്ണ സുഖമാണ്. ധൈര്യമായിട്ട് നമുക്ക് ലോകത്തോട്ട് പോകാനും പറ്റും. സമയം പോയതുകൊണ്ട് ഞാൻ വിചാരിച്ചിട്ട് എന്നെ വിളിക്കുകയായിരുന്നു. എന്നോർത്തിങ്ങനെ സമാധാനിച്ചിരിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും പ്രൗഢഗംഭീരമായ ഒരു സദസ്സ് തന്നെയാണ് ഈ ഒരു പ്രോഗ്രാം. ഇതിൻ്റെ ആദ്യം മുതൽ തുടക്കം മുതൽ കണ്ടും കേട്ടും അനുഭവിച്ചും വന്ന ഒരു വ്യക്തി എന്ന നിലയിൽ വളരെ ആവേശത്തോടുകൂടി തന്നെയാണ് ഞാൻ ഇന്നത്തെ ദിവസത്തെ നോക്കിക്കണ്ടത്. നമ്മളിൽ പലരും എല്ലാവരും തന്നെ ഈ ഒരു ദിവസം ആകാംക്ഷയോടെ കാത്തിരുന്നതാണ്. ഈ ഒരു പ്രോഗ്രാം വളരെ നന്നായിട്ട്, വളരെ ചിട്ടയായിട്ടും ഭംഗിയായിട്ടും ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ശ്രദ്ധിച്ചും അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. എൻ്റെ സംഘാടകർ മികവ് എന്ന് പറയുന്നത് വളരെ മികച്ചത് തന്നെയാണ്. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. പഴയ കാലത്തിലേക്ക് മാറിപ്പോയ 15 വയസ്സുകാരനായിട്ടുള്ള 15 വയസ്സുകാരായിട്ടുള്ള ഓരോരുത്തർക്കും സന്തോഷം നൽകുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെ മുഖവും എല്ലാം ഇതിലൂടെ പോസിറ്റീവ് എനർജി നിറച്ചിരിക്കുകയാണ്. എല്ലാവർക്കും എല്ലാവരുടെ ആശംസകളും നിങ്ങളുടെ ഈ പ്രോഗ്രാം കൂടുതൽ കൂടുതൽ നന്നായി മികവോടെ ഉണ്ടാവട്ടെ എന്ന്, തുടർന്ന് പ്രവർത്തിക്കട്ടെ, നല്ല നല്ല കാര്യങ്ങൾ സമൂഹത്തിൽ ചെയ്യാനാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഏർപ്പാടാക്കിയിരുന്നു. ആ ലോകത്തിന് വേണ്ടി നോട്ട് അബർഹം എന്ന നമ്മുടെ കൊച്ചു മിടുക്കനെ ക്ഷണിക്കുന്നുണ്ട്. ആ ഭാഗ്യശാലി ജോസ് അബ്രഹാം നമ്പർ 9447540018 ജോസ് അബ്രഹാം ആ ഭാഗ്യശാലിയെ സദസ്സിലേക്ക് ക്ഷണിക്കുന്നു. ഈ ലോകത്ത് അടിച്ചാർക്കുള്ള സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് മാർട്ടിൻ JCIയുടെ പ്രതിനിധിയായ മാർട്ടിൻ കൊട്ടാരമാണ്. മാർട്ടിൻ കൊട്ടാരത്തിന് അസുഖത്തോടെ എത്താൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് മാർട്ടിന് വേണ്ടി മാർട്ടിന്റെ സഹോദരനും നമ്മുടെ ക്ലാസ്സിലുമായിരുന്ന തോമസ് കെയും കൂടി ഇന്ന് തോമസ് കൂടെ ഓക്കെ. ഇത് പറഞ്ഞതിനുള്ളൂ വരണം പറഞ്ഞില്ല. അപ്പോൾ ഒരു അമ്പലപ്പൂർ എടുത്തോട്ടെ. ഓക്കെ, രണ്ടാമത് മുന്നോട്ട് വരുന്നു. ജോസഫ് ഒരു ഭാഗ്യശാലിയെ കൂടി കണ്ടെത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഭാഗ്യശാലി ധന്യ MP 9495346734 ധന്യ. അത്രയും ചെറിയ വാച്ചില്ല. അച്ഛനാണ് ബാച്ചിലുള്ളത്. എൻ്റെ പേര് കൃഷ്ണൻ. നമുക്ക് പാട്ട് പാടാൻ വേണ്ടി ഞങ്ങൾ 2-3 സഹപ്രവർത്തകരെ സഹപാഠികളെ പറഞ്ഞു വെച്ചിരുന്നു. പക്ഷെ നമ്മൾ സമയം വളരെ വൈകിയിരിക്കുന്നു. കാര്യമായി പറഞ്ഞവരെ 62 വയസ്സ് ഞാൻ എൻ്റെ കടമ നിർവഹിക്കുന്നതിനുള്ള
ഈ സമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് നമ്മളോട് ദീർഘമായി സംസാരിക്കുകയും തന്റെ അനുഭവങ്ങൾ നമ്മളെ വിശദീകരിക്കുകയും ചെയ്തു തന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ പി വി ജോസഫ് അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ അധ്യാപകരായ ജോർജ് സാറ്, മണിക്കരി സാറ്, മുഹമ്മദ് സാറ്, ഹരികര സാറ്, അങ്ങനെ എല്ലാവരും ഞാൻ പറയുന്നില്ല, വന്ന എല്ലാ അധ്യാപകർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ സംഗമം വിജയിപ്പിക്കുന്നതിന് വേണ്ടി എത്തിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രധാനമായും നമ്മുടെ ജനറൽ കൺവീനർ മീറ്റിംഗ് അദ്ദേഹത്തോടൊപ്പം നൽകിയ നല്ല രീതിയിലുണ്ടായിരുന്നു. അവരെല്ലാവരും ഞാൻ ഓർക്കുകയാണ്. എങ്കിലും ഇന്നേ ദിവസം തൻ്റെ അസാന്നിധ്യത്തിന് വളരെയേറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സഹപാഠിയാണ് നമുക്ക് ബ്രദർ ജി.ജെ. തോമസ് ഇന്ദിരാകുമാർ. അദ്ദേഹം എൻമോൾ സൊസൈറ്റിയിലെ അംഗമാണ്. ഡൽഹിയിൽ ഇപ്പോൾ സേവനം ചെയ്യുന്നു. നമ്മുടെ ഈ സംഘടനത്തിൻ്റെ എല്ലാ പരിപാടികളുടെയും ഗ്രാഫിക്കുകളും ടീംസോട് ഡിസൈൻ ചെയ്തതും അങ്ങനെയൊക്കെയുള്ള നമ്മുടെ വീഡിയോയും നമ്മുടെ ലോകോയും എല്ലാത്തിൻ്റെയും ആളായിരുന്നു അദ്ദേഹത്തിന്. നിർഭാഗ്യത്തിന് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തെ ഞാൻ പ്രത്യേകം അനുസരിക്കുകയാണ്. അദ്ദേഹത്തിന് ഞാൻ നന്ദി പറയുകയാണ്. ഇവിടെ ആശംസകൾ സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ ശ്രീ അതേപോലെ തന്നെ ഹൈസ്കൂൾ പ്രധാനാധ്യാപകർ എന്റെ ജോർജ് സാറ്, യു പി സ്കൂളിലെ സർവീസ് കോള്, നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്ന നമ്മുടെ 236 പേര് വൈദികർക്ക് പോയ ഒരാൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ ലഘു മാത്യു കാറിക്കാൻ ഫാദർ ലഘു എസ്. അദ്ദേഹം നമ്മുടെ ഈ സംഘടനത്തിന് വേണ്ടി ഏറ്റവും കുറയ്ക്കേണ്ടതുള്ള 4000 നിന്നും ഇവിടെ എത്തിച്ചേർന്ന് അദ്ദേഹത്തെ താല്പര്യത്തെ പ്രത്യേകം ഞാൻ അറിയിക്കുകയാണ്. അദ്ദേഹത്തെ ഞാൻ സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. ഇനിയും എല്ലാവരും വായിക്കാതെ വേണം തുടങ്ങി ഉച്ചവട്ടത്തിൻ്റെ സമയവുമായി ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കുട്ടികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർദ്ദേശിക്കുന്നു. അറ്റാടിത്തണലും തണലത്തര മതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയത്തിലും കാറ്റാടിത്തണൽ അടലത്തര മതിൽ അതിരില്ല മനസ്സുകളുടെ പ്രണയത്തിലും
അതെല്ലാം മനസ്സുകളുടെ പ്രണയത്തിലേറി കാലം കാറ്റാടി തൊഴിൽ
മറന്നു